കൊല്ലവർഷം 1201 ആണ്ടിലേക്ക് കടക്കുമ്പോൾ ഈ വർഷം തുലാം രാശിക്കാർക്ക് എങ്ങനെയെന്ന് നോക്കാം. ചിത്തിര ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗമാണ് തുലാം രാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രങ്ങൾ. തുലാം രാശിക്കാർ പൊതുവെ സമാധാനമുള്ളവരും നീതിബോധമുള്ളവരും സൗന്ദര്യബോധമുള്ളവരുമാണ്. ഇവർക്ക് മറ്റുള്ളവരുമായി നല്ല ബന്ധം സ്ഥാപിക്കാനും മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാനുമൊക്കെ പ്രത്യേക കഴിവുണ്ട്. പ്രത്യേകമായി ഉള്ള ദയ ഇവരിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അതുപോലെ നയതന്ത്രം, സൗഹൃദ മനോഭാവം, കലയോടുള്ള താൽപര്യം ഇവയെല്ലാം ഇവരുടെ പ്രധാന സവിശേഷതകളാണ്. അതുപോലെ കാര്യങ്ങൾ സന്തുലിതമായി കൈകാര്യം ചെയ്യാനും പ്രശ്നങ്ങളെ ശാന്തമായ രീതിയിൽ നേരിടാനും തുലാം രാശിക്കാർക്ക് സാധിക്കും. ഈ കൊല്ലവർഷം 1201 ആണ്ട് തുലാം രാശിക്ക് എങ്ങനെയെന്ന് നോക്കാം. വ്യാഴത്തിൻ്റെ മാറ്റം ഇവർക്ക് അനുകൂലമായ പല സാധ്യതകളും നൽകും. തൊഴിൽ രംഗത്ത് അഭിവൃദ്ധിയും നേട്ടങ്ങളും ഇവരെ കാത്തിരിക്കുന്നു. ചില നിക്ഷേപങ്ങൾ ഭാവിയിൽ വലിയ നേട്ടങ്ങൾക്ക് കാരണമായി തീരും. കലാപരമായ മേഖലയിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാകും. കുടുംബ അന്തരീക്ഷം സമാധാനപൂർണ്ണം ആയിരിക്കും. വിവാഹബന്ധം നോക്കുന്നവർക്ക് അനുയോജ്യമായ വിവാഹബന്ധം ലഭിക്കുന്നതാണ്. ആരോഗ്യവും മാനസികപരവും ആയ കാര്യത്തെ പരിശോധിച്ചാൽ മികച്ച ആരോഗ്യവും മാനസിക ഉല്ലാസവും നിലനിർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. വിദ്യാഭ്യാസപരമായ മികവും പുതിയ കാര്യങ്ങൾ പഠിക്കാനും വളരെ നല്ല കാലമാണ്. പുതിയ യാത്രകൾ, അനുഭവങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയൊരുങ്ങും. പുതിയ സൗഹൃദങ്ങൾ ഉടലെടുക്കും. കന്നി, വൃശ്ചികം, മേടം, കുംഭം, ഇടവം എന്നിങ്ങനെ ഉള്ള മാസങ്ങൾ കൂടുതൽ ഭാഗ്യം നിങ്ങൾക്ക് കടന്നുവരുവാൻ സാധ്യതയുള്ള മാസങ്ങളാണ്. ഭാഗ്യസംഖ്യ ഈ വർഷം 6 ആയതിനാൽ കൂടുതൽ പ്രാധാന്യം 6 എന്ന സംഖ്യയ്ക്ക് നൽകിയാൽ വളരെ നല്ലതാണ്. ഭാഗ്യനിറങ്ങൾ നീല, വെള്ള, പിങ്ക് നിറങ്ങളാണ്. ഈ വർഷം ഏറ്റവും ഭാഗ്യം നിങ്ങൾക്ക് സമ്മാനിക്കുന്ന ദിവസം വെള്ളിയാഴ്ചയാണ്. പടിഞ്ഞാറ് ദിശയിൽ നിന്നും ഒരു ഭാഗ്യം നിങ്ങളെ ഈ പുതുവർഷം തേടിയെത്താൻ സാധ്യതയുള്ളതിനാൽ പടിഞ്ഞാറ് ദിശ നിങ്ങൾക്ക് ഭാഗ്യമുള്ള ഒരു ദിശയായി ഈ വർഷം കണക്കാക്കാവുന്നതാണ്.